സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി.ആർ. മഹിളാമണിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ 52 പരാതികൾ പരിഗണിച്ചു. 14 കേസുകൾ തീർപ്പാക്കി. ബാക്കി 30 കേസുകൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. 8 കേസ് പോലീസ് റിപ്പോർട്ടിനായി നൽകി. പ്രായമായ മാതാവിനാവശ്യമായ സംരക്ഷണം നൽകാതെ ഇവരുടെ ഭൂമിയിലും വസ്തുവിലും മക്കൾ അവകാശമുന്നയിക്കുന്നതിനെതിരെ നൽകിയ പരാതി പരിഗണിക്കുന്നതിന്റെ ഭാഗമായി RDO ഓഫീസിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളിൽ വേഗത്തിൽ നടപടികളുണ്ടാവാൻ കമ്മീഷൻ ശ്രമം നടത്തും. ദീർഘകാലം പ്രവാസിയായിരുന്ന വ്യക്തി തിരികെ വീട്ടിലെത്തിയപ്പോൾ ഇരു കൂട്ടർക്കും മാനസികമായി പൊരുത്തപ്പെട്ടു പോവാൻ കഴിയാത്ത സംഭവത്തിൽ ഇവർക്ക് ആവശ്യമായ കൗൺസിലിംഗിന് വിധേയമാവാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. ചില എയ്ഡഡ് സ്കൂൾ മാനേജർമാർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നതായും പലപ്പോഴും സീനിയോറിറ്റി വരെ പരിഗണിക്കാതെ വേണ്ടപ്പെട്ടവർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ജീവനക്കാരുടെ മേലാണ് കുറ്റം ചാർത്തുക. സ്കൂളിന് ലഭിച്ച സർക്കാർ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട കേസുകൾ കമ്മീഷന് മുമ്പാകെ എത്തിയിട്ടുണ്ടെന്നും അവ ഉടൻ പരിഗണിക്കുമെന്നും കമ്മീഷൻ അംഗം വി.ആർ. മഹിളാമണി പറഞ്ഞു. അദാലത്തിൽ അഡ്വക്കേറ്റ് ബീന കരുവാത്ത്, അഡ്വക്കേറ്റ് ഒ. സുകൃതകുമാരി, ഫാമിലി കൗൺസിലർ ഷെറിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.